നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കഴിഞ്ഞ 2 വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഡെലിവറി ഡേ ആണ്. നമ്മളിത് വണ്ടി എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മളിപ്പോൾ ഉള്ള അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷനിലാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഈ മെട്രോ ആണ് യൂസ് ചെയ്ത് നമ്മളിവിടെ വരെ എത്താനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് വാഹനം എടുക്കണം, നമുക്ക് കാർബൺ എമിഷൻ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മെട്രോ എടുത്തു. കാരണം കൊച്ചിയിലെ ട്രാഫിക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാവിലെ 10 മണിയായ സമയം, അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഈ ട്രാഫിക്കിൽ വെറുതെ കാർ ഓടിച്ച് വരുന്നതിനൊക്കെ നല്ല മെട്രോ എടുക്കുകയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് ആ എനർജി കുറയ്ക്കും കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റോഷൻ എത്താറായിട്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം റോഷൻ എവിടെ എത്തിയെന്നുള്ളത്. യൂഷ്വലി ഇന്ന് ഓൺ ടൈമിൽ തന്നെയാണ്, ഞാനൊക്കെയാണ് ലേറ്റ് ആവാറുള്ളത്. ഇന്ന് പക്ഷേ നമ്മൾ നേരത്തെ എത്തി. ആ റോഷേട്ടാ എവിടെ എത്തി? ഓക്കെ, ഞങ്ങൾ ഫ്രണ്ട്. ഓക്കെ, ഞങ്ങളിത് എൻട്രൻസിലുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആ ഫേസിലുള്ള എക്സൈറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. കാരണം ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടെ ആണല്ലോ. നമ്മളൊരു എന്താ പറയുക, പുതിയൊരാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെയല്ലേ പറഞ്ഞത്. അതെ, റോഷന വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഫേസിൽ എക്സൈറ്റ്മെന്റ് പറഞ്ഞില്ല. ആ ഫേസിൽ എക്സൈറ്റ്മെന്റ് തന്നെ കാണാൻ പറ്റും നമുക്ക്. എക്സൈറ്റ്മെന്റിനെ കൂടുതൽ എനിക്ക് ടെൻഷനാണ്. സാധാരണ ഈ ഡോക്ടർമാർ പറയും ബന്ധുക്കളെ സർജറി ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. ആ ടെൻഷനാണ് ഇപ്പൊ എനിക്ക്. നമുക്ക് സന്തോഷം, ഭയങ്കര ടെൻഷൻ. സാധാരണ എല്ലാവരും വണ്ടി മേടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഭയങ്കര അത് മേടിക്കുക അതൊന്നും പറയാം. നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ആളുകൾ വിചാരിക്കുമോ ഇതാണോ ഉള്ളതിൽ നല്ലത് എന്നുള്ളത്. എല്ലാ വണ്ടിയും നല്ലത്, പക്ഷെ നമ്മളുടെ ഒരു ഇഷ്ടം, അതായത് നമുക്ക് നമ്മുടെ കൺവീനിയൻസും നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ച് നമ്മുടെ പർപ്പസും കാര്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ പർപ്പസ്, നമ്മുടെ ബഡ്ജറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കൊക്കിൽ ഒതുങ്ങാൻ. മെട്രോ സ്റ്റേഷനിൽ നടന്ന് MGയിൽ എത്തിയേക്കാണ്. റോഷന്റെ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, അകത്ത് കയറിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ MGയുടെ കൊച്ചി ഡീലർഷിപ്പാണ്. കൊച്ചി ഡീലർഷിപ്പിൽ നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റോഷന്റെ ഫുൾ ടീം എത്തിയിട്ടുണ്ട്. റോഷന്റെ പാർട്ട്നേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും നമ്മുടെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടി, നമ്മുടെ സ്റ്റാർ, ഇന്നത്തെ സ്റ്റാർ ഇവിടെ കിടക്കുന്നുണ്ട്, ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി കാണാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ളവരെ ഒന്ന് കാണാം. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. റീജൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ട്രെൻഡിങ് ആക്കുന്ന റീലിലെ മെയിൻ ആളാണ്. പിന്നെ ഇനി നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാനുള്ള നമ്മുടെ സ്വന്തം രാജീവേട്ടനാണ്. രാജീവേട്ടൻ നമ്മുടെ വീഡിയോയിൽ എല്ലാ ആൾക്കാർക്കും അറിയാം. കാരണം നമ്മുടെ ബ്രൈറ്റ് മേക്കേഴ്സിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പൊ രാജീവേട്ടൻ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. രാജീവേട്ടനെ നമ്പർ ചോദിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെസ്സേജ് വരുന്നത്. അത് സെറാമിക്കിനും ഗ്രാഫൈനും അല്ലേ? എന്തായാലും രാജീവേട്ടനെ അറിയാലോ, നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. റോഷനേട്ടൊക്കെ കൂടുതൽ നമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, രാജീവേട്ടൻ്റെ നമ്പറാണ് ചോദിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ കാലമായാലും നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് നമ്മൾ ലാസ്റ്റ് ഒന്ന് കണ്ടത് ലാസ്റ്റ് നെക്സോണിന്റെ ആ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടല്ലേ. അതിനുശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്താണ് പുതിയ റോഷന്റെ വണ്ടി എടുക്കുന്നതിൽ എന്താണ്? ആക്ച്വലി ഞാൻ ഈ വണ്ടി എടുക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ബഡ്ജറ്റും അന്ന് ഈ ഒരു മോഡലും വേരിയന്റും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ രീതിയിലേക്ക് പോകുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, ഇനി എടുക്കാലോ. അതെ, ഇനിയിപ്പോ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിൽ ഒരു വണ്ടി ആയല്ലോ, രണ്ടാമത്തെ EV. യെസ്, അത് തന്നെ. അപ്പോൾ നമ്മൾ ഇനി കാണുന്ന നമുക്ക് ഈ നമ്മുടെ വണ്ടി ഇതാണെന്ന് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കളറും കാര്യങ്ങളും വേരിയന്റും പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടി ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കി കാണാം. പ്രൊഫഷനകത്ത് ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുവാണ്. സോ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കാണാം. നമുക്കിനി ജിമ്മി സാറിനെ കാണാം. ജിമ്മി
ജിമ്മി സാറാണ് നമ്മുടെ MG കോസ്റ്റ്ലൈൻ ഗാരേജിൻ്റെ ഡീലർ പ്രിൻസിപ്പളാണ്. നമുക്ക് എല്ലാവിധ നമ്മൾ വാഹനം എടുക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് ജിമ്മി സാറാണ്. ജിമ്മി സാറിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞാൽ നമുക്ക് വാഹനം എടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജിമ്മി സാറാണ്. കാരണം നമുക്ക് ഈ വണ്ടി ഓൾറെഡി അവൈലബിൾ ആയിരുന്നില്ലല്ലോ, ഭയങ്കര ഇതുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എക്സൈറ്റ് ഇറങ്ങിയപ്പോൾ റെസ്പോൺസ് എങ്ങനെയുണ്ട്? എക്സൈറ്റിന് ഭയങ്കര റെസ്പോൺസ്, നല്ല ബുക്കിംഗ്, ഞങ്ങൾക്ക് ഒത്തിരി ബുക്കിംഗ് ഉണ്ട്. ശരിക്കും നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണല്ലോ. പക്ഷേ കുഴപ്പം പ്രൊഡക്ഷൻ കുറവാണ്. പ്രൊഡക്ഷൻ നമുക്ക് നല്ല വെയിറ്റിംഗ് ഉണ്ട്. അതേസമയം എക്സ്ക്ലൂസീവിന് നമുക്ക് ഉടനെ പെട്ടെന്ന് ഡെലിവറി ഉണ്ട്. നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്യാം. നമ്മൾ ആദ്യം ബുക്ക് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. നമുക്ക് ആദ്യം പറഞ്ഞ 25-30 ദിവസമൊക്കെയാണ്. പക്ഷേ ജിമ്മി സാർ ഇടപെട്ടാണ് നമുക്ക് പെട്ടെന്ന് ആക്കി തന്നത്. പക്ഷേ ബാക്കി മോഡൽസ് എങ്ങനെയാണ്? ബാക്കി മോഡൽസ് റെഡിലി അവൈലബിൾ ആണ്. നേരത്തെ MGക്ക് വെയിറ്റിംഗ്, ഇപ്പോൾ അതുപോലെ വെയിറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് എല്ലാം റെഡിലി അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവ് ശരിക്കും എക്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കുറേ അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് കുറച്ചിട്ടുണ്ട്. എല്ലാ ഫുൾ ഫീച്ചേഴ്സുള്ള ടോപ്പ് ആൻഡ് മോഡലായിട്ടുള്ള എക്സ്ക്ലൂസീവ് നമുക്ക് റെഡിലി മീൻസ് നമുക്കിപ്പോൾ കളർ അനുസരിച്ചിരിക്കും. നമ്മുടെ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ ഉടനെ കിട്ടും. പക്ഷേ പല കളേഴ്സും, ഉദാഹരണം ബ്ലാക്കിനൊക്കെ ടൈം എടുക്കും. ഏറ്റവും കൂടുതൽ ബ്ലാക്ക്. പക്ഷേ ഈ എക്സൈറ്റ് എന്ന് പറഞ്ഞ മോഡലിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ. വൈറ്റ് കൊണ്ട് ഇനിയിപ്പം അടുത്ത് സിൽവർ വരും എന്ന് പറയുന്നത് അറിയില്ല. പക്ഷെ ഇപ്പം നമ്മുടെ വൈറ്റേ ഉള്ളൂ. നമ്മളിപ്പോൾ തുടങ്ങി ഇപ്പം നമുക്ക് എല്ലാം കൂടി ഒരു 20-25 വണ്ടിയെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പുതിയ നമ്മൾക്ക് ഈ മാർച്ച് ആവുന്നതോടെ നമുക്ക് കുറച്ചുകൂടെ MG സെലിബ്രേഷനും MG ഫെസ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഈ മാർച്ചിന് മുമ്പ് നമ്മൾ ഹെക്ടറിനാണെങ്കിൽ ബെനിഫിറ്റ്സ് അപ് ടു 2.5 lakhs ഉണ്ട്. ആസ്റ്ററിനാണെങ്കിൽ അപ് ടു 1.5 lakhs. മിക്കവാറും എല്ലാം റെഡിലി ഡിപ്പെൻഡിങ് ഓൺ കളർ. പിന്നെ ഇതിന് അവൈലബിൾ ഒത്തിരി ട്രിംസ് ഉണ്ടാവും. ബേജ് ഇന്റീരിയർ അപ്പൊ ധൈര്യമായിട്ട് നേരെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടു നന്നായിട്ട് എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോകേണ്ട പുതിയ വണ്ടിയിൽ. പിന്നെ നമുക്ക് പോകാൻ ഞാൻ കാണിച്ചു തരാം. അതല്ലേ, അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ നോക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഇനി കൺഗ്രാറ്റുലേഷൻസ് ഫോർ താങ്ക് യു സാർ. ഓക്കെ. നമ്മൾ മധുരം കഴിച്ചു. ഇനി നമുക്കുള്ളത് വണ്ടി കാണാനുള്ളത്. നമുക്ക് ഈ വണ്ടി കാണാൻ വേണ്ടി പോകും. റോഷേട്ടാ പോ, നമുക്ക് വണ്ടി കാണാൻ പോവാം. കമോൺ. സോ നമ്മുടെ വണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുൾ കവർ ചെയ്ത് റെഡി ആയിരിക്കണം. ഇവിടെ എല്ലാം MGയുടെ സ്റ്റാഫ് എല്ലാം റെഡിയാണ് ഫുൾ വണ്ടി കാണാനായിട്ട്. ഇനി നമുക്ക് അതാണ് മെയിൻ ടാസ്ക്. നമ്മളിവിടെ വന്നത് എന്തിനായിരുന്നു? നമ്മൾ വണ്ടി കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ വണ്ടി കാണാൻ വേണ്ടി പോവാണ്.